RLV രാമകൃഷ്ണന് വേദി നൽകുമെന്ന തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്റെ കുടുംബക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തിന് രാമകൃഷ്ണനെ പങ്കെടുപ്പിക്കും. കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശത്തെ നിയമപരമായി നേരിടണമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അതേസമയം കലാമണ്ഡലം ഗോപിയുടെ പത്മ അവാർഡ് വിവാദങ്ങളിലും കൂടി സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുണ്ട്. കലാമണ്ഡലം ഗോപി ആശാനുള്ള ചില രാഷ്ട്രീയ ബാധ്യതകൾ ഓർത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള സന്ദർശനം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനോജ്, രണ്ട് വാർത്തകളിലാണ് അദ്ദേഹം പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ചർച്ചയായ സംഭവം തന്നെയായിരുന്നു ഈ സത്യഭാമയുടെ പരാമർശം. നിറത്തിന്റെ പേരിൽ രാമകൃഷ്ണനെ അവഹേളിച്ച ഒരു സംഭവം. അത് കൃത്യമായും നിയമപരമായി നേരിടേണ്ടത് തന്നെയാണെന്നാണ് സുരേഷ് ഗോപിയും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രാമകൃഷ്ണന് തന്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയം അദ്ദേഹത്തിന് ഒരു വേദി ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിക്കും എന്നുള്ള കാര്യമാണ് സുരേഷ് ഗോപി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മോഹിനിയാട്ടത്തിനായുള്ള വേദി ഒരുക്കി അദ്ദേഹത്തിന് പ്രതിഫലം നൽകിക്കൊണ്ട്, അതായത് ഈ ഒരു കലാകാരനെ നല്ലൊരു വേദി ഒരുക്കി അയാളോടൊപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളുമുണ്ട്. ചില വിഷയങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ശ്രമവും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വേട്ടയാടിയിരുന്നു. എന്നാൽ ആ ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് ഉയിർപ്പുണ്ടായി എന്നത് കണ്ടപ്പോൾ അതിനെയും മൂടിക്കെട്ടാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ പത്മശ്രീ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുണ്ട്. കാരണം ഈ പത്മ അവാർഡിന് വേണ്ടിയിട്ട് ഗോപി ആശാൻ സഹായം അഭ്യർത്ഥിച്ച ഒരു സംഭവം ഉണ്ടായി. അത് ഗോപി ആശാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. 2015 വരെ ഈ അവാർഡ് നിർണയത്തിൽ പല അഴിമതിയും നടന്നിട്ടുണ്ടെന്നും അതിനാൽ തനിക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് അന്ന് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. സെൽഫ് അഫിഡവിറ്റ് നൽകാനും നിർദ്ദേശിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. താൻ ഇതുവരെയും ഇത് പുറത്തു പറയാതെ ഇരുന്നത് ഈ കലാമണ്ഡലം ഗോപിയാശാനുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. ഈ ഗോപിയാശാനെയും കുടുംബത്തെയും മാനിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ എല്ലാം വെളിപ്പെടുത്തിയതിൽ സന്തോഷം എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം, കലാമണ്ഡലം ഗോപിക്ക് ചില രാഷ്ട്രീയ ബാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു സന്ദർശനം ഇല്ല എന്ന് പറയുന്നതും. അതോടൊപ്പം തന്നെ താൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സന്ദർശനവും നടത്തിയിട്ടില്ല. അത് കരുണാകരന്റെ ബന്ധുവീട്ടിലേക്ക് പോയത് പോലും ക്ഷണം സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ വിവാദമുണ്ടാക്കുന്നവർക്കൊക്കെ താൻ മറുപടി നൽകുന്നത് ഇത് തന്നെയാണ് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ കലാമണ്ഡലം ഗോപിയാശാൻ ഗുരുതുല്യനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രസക്തമാണ്. തനിക്കൊന്നും ഒരു ബന്ധം അവരുമായി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ മാനിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഈ കുപ്രചരണങ്ങളാണ് നടന്നിരുന്നത്. അതായത് സുരേഷ് ഗോപി ഗോപിയാശാനെ സ്വാധീനിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ വിട്ട് വിളിപ്പിച്ചു എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ഗോപിയാശാന്റെ മകൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നതും ഒക്കെ വലിയ തരത്തിൽ പ്രചാരിപ്പിച്ചു. ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും സുരേഷ് ഗോപിക്കെതിരെ വലിയ തരത്തിലുള്ള കുപ്രചാരങ്ങൾ നടന്നിരുന്നു. എന്നാൽ അതിനൊക്കെ തന്നെ മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം ആദ്യം ഒന്നും പറഞ്ഞിരുന്നില്ല. പിന്നീട് ഗോപിയാശാൻ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗോപിയാശാൻ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് മുൻപ് പാറമേക്കാവ് ക്ഷേത്രത്തിലെ പരിപാടി കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന വഴി ഈ സുരേഷ് ഗോപിയോട് ഒരു പത്മ അവാർഡ് കിട്ടുമോ, അതിന് വേണ്ടി സഹായിക്കുമോ. എന്നാൽ അതിൽ കൃത്യമായും ഇപ്പോൾ മറുപടിയും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.